ഹായ് ഹലോ ഇറ്റ്സ് മി രഞ്ജിറ്റി. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇൻട്രോ എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻട്രോ കേട്ടോ. എടുത്തുമ്പോൾ ഞാനും കൂടെ അതേ കാവനൂര് നമ്മുടെ റോസ് ബ്യൂട്ടി പാർലറിലേക്ക് പോവാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മളൊരു ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ടാളെ തരയിലും നിറച്ച താരനാണ്. അപ്പോൾ കുറേ ആയി വിചാരിക്കുന്നു, ഫൈനലി ഇന്നൊരു ലീവ് കിട്ടിയപ്പോൾ നമ്മൾ അങ്ങനെ പോവാന്ന് വിചാരിച്ചു. ഫൈനലി നമ്മളത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ എത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായിട്ടോ, ബ്യൂട്ടി പാർലർ മാത്രമല്ല, നമ്മുടെ റെന്റൽ ആയിട്ടുള്ള ഓർണമെന്റ്സും ജ്വല്ലറീസ്, അതുപോലെ നമ്മുടെ ലെഹങ്കാസ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ നല്ല അടിപൊളി സാധനങ്ങളായിരുന്നു കേട്ടോ. കുറച്ചു നേരം എന്ത് ചെയ്യും, ഞാൻ അതൊക്കെ കണ്ട് വീഡിയോ എടുത്ത് ഇങ്ങനെ നടന്നു കേട്ടോ. ചേച്ചിനോട് പറഞ്ഞു, ഞാൻ യൂട്യൂബിലുണ്ട്, യൂട്യൂബർ ആണെന്നൊക്കെ എഴുത്തിയമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നേ. എഴുത്തമ്മയ്ക്ക് ത്രെഡ് ചെയ്യാനുള്ളതുകൊണ്ട് ആദ്യം തന്നെ ത്രെഡ് ചെയ്യാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് ത്രെഡിങ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഹോട്ട് ഓയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ നേരെ ദേ അത് ചെയ്യാൻ വേണ്ടി കയറി കേട്ടോ. ഫൈനലി ഇതേ നമ്മുടെ കലാപരിപാടി തുടങ്ങുകയാണ് കേട്ടോ. നമ്മുടെ ടെയിൽ കോമ്പ് വെച്ചിട്ട് ഇതേ ഓരോ വകച്ചിലെടുത്തിട്ട് അവിടെയുള്ള ഡാൻഡ്രഫിനെയൊക്കെ നമ്മുടെ ആ ടെയിൽ വെച്ചിട്ട് അവർ നല്ലോണം ഉരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആ ഉരയ്ക്കുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ല നീറ്റിലുണ്ട്, അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും അത്യാവശ്യം നല്ലോണം താരനുണ്ട്. കുറച്ചധികം നേരത്തെ കലാപരിപാടി ഉണ്ടായിരുന്നു കേട്ടോ, കാരണം അത്യാവശ്യം നല്ലോണം ഉണ്ട്. എടുത്തിമ്മയുടെ തലയിൽ ഇത്ര ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ദേ അവരുടെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞ് കഴുത്തിൽ കെട്ടിയിട്ടുള്ള ആ സ്കാർഫിലേക്ക് ഞാൻ നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ തലയിൽ എത്രത്തോളം താരനുണ്ടെന്നുള്ളത്. കഴുത്തിന്റെ മേലെ ഭാഗത്തായിരുന്നു ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. കണ്ടപ്പോൾ ഞാൻ തന്നെ നെട്ടിപ്പോയേ. എന്റെ തലയിലെ താരൻ ചുരണ്ടി കളഞ്ഞപ്പോഴേക്ക് എഴുത്തിമ്മയുടെ അതേ താരനൊക്കെ കളഞ്ഞ് ഹോട്ട് ഓയിൽ കൊണ്ടുള്ള മസാജ് അവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മുടെ അടുത്ത കലാപരിപാടി കേട്ടോ. ആ ഡാൻഡ്രഫ് കളഞ്ഞ ഓരോ സ്ഥലത്തും ഇതേപോലെ ആദ്യത്തെ പോലെ വകച്ചിലെടുത്തിട്ട് ഒരു കോട്ടണിൽ നമ്മുടെ ഹോട്ട് ഓയിൽ, നമ്മുടെ ഹോട്ടാക്കിയിട്ടുള്ള ഓയിൽ, ഏത് ഓയിലാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, പക്ഷെ ഭയങ്കര സ്മെല്ലുണ്ടായിരുന്നു. ആ ഓയിൽ വെച്ചിട്ട് അവര് കോട്ടൺ കൊണ്ട് ഒപ്പിത്തരായിരുന്നു കേട്ടോ. പക്ഷെ ആ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര നീറ്റിലുണ്ടായിരുന്നു, കാരണം അത്രയ്ക്കും താരനുള്ളതുകൊണ്ടായിരിക്കും അത്രയും നീറ്റിലുള്ളത്. കുറച്ച് നേരത്തെ ഒരു ഹോട്ട് ഓയിൽ അപ്ലൈയിങ്ങും മസാജും ഒക്കെ ഇതിനുണ്ടായിരുന്നു കേട്ടോ. ഹോട്ട് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നല്ലൊരു മസാജ് ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ തലയിൽ ഒരു മസാജ് കൊടുക്കുന്നത് നല്ലതെന്ന് എനിക്ക് അപ്പോൾ തോന്നി. ഞാൻ അങ്ങനെ മസാജും ചെയ്യാറില്ല കേട്ടോ. എണ്ണ ജസ്റ്റ് ഒന്ന് തേച്ച് സ്കാൽപ്പിലൊന്ന് തേച്ച് പിടിപ്പിക്കാറുണ്ടല്ലാതെ. പക്ഷെ അവിടെ നിന്ന് ചെയ്ത ആ ഒരു മസാജിങ് ഭയങ്കര ഒരു പ്രത്യേക സുഖം ഉണ്ടായിരുന്നു. കുറെ നേരം അങ്ങനെ ഒരു മസാജ് കിട്ടിയിട്ട് സത്യം പറയാൻ എനിക്ക് അപ്പോൾ കിടന്ന് ഉറങ്ങാനൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഹോട്ട് ഓയിൽ മസാജിന്റെ ശേഷം നമുക്ക് നല്ലൊരു സ്റ്റീമിങ് തന്നു കേട്ടോ. സ്റ്റീം ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു തലയ്ക്കൊരു നീറ്റലും ചൊറിച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സ്റ്റീം ചെയ്യുന്നതിന്റെ ആ ഒരു വയർപ്പ് നമ്മുടെ ഡാൻഡ്രഫ് പൊളിഞ്ഞു പോന്നിട്ടുള്ള ഭാഗത്ത് തട്ടുമ്പോൾ നീറലാൻ തോന്നുന്നു. പക്ഷെ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്റെ സ്റ്റീമിങ് കഴിഞ്ഞപ്പോഴേക്ക് ഇതേ എഴുത്തിമ്മയുടെ ഹെയർ വാഷ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എഴുത്തിമ്മയുടെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം എഴുത്തിമ്മയുടെ തലയിൽ അത്ര താരനില്ലായിരുന്നു. അങ്ങനെ ദേ ഇനി എന്റെ ടേൺ ആണ് കേട്ടോ. എന്റെ ഹെയർ വാഷ് ചെയ്യാൻ പോവാണ്. നല്ല ഒരു അടിപൊളി കണ്ടീഷണറും ഷാമ്പൂ ആണ് തോന്നുന്നു. അവർ ആ ചെയ്യുന്ന സമയത്ത് പ്രത്യേക ഒരു സ്മെൽ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഹെയർ ഒക്കെ വാഷ് ചെയ്ത് നമ്മൾ ഇതേ ഇനി ഹെയർ ഡ്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. ഹെയർ ഡ്രൈ ചെയ്യുമ്പോൾ വല്ലാണ്ട് ഉണങ്ങുന്നില്ല, കാരണം ഓൾറെഡി ഓയിൽ തലയിലുണ്ട്. ഞാൻ വല്ലാണ്ട് കളയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓയിൽ പ്രത്യേക ഒരു സ്മെല്ലായിരുന്നു. അവർ അപ്ലൈ ചെയ്ത എന്തോ ഓയിലാണെന്നൊന്നും അറിയില്ല, പക്ഷെ അടിപൊളി സ്മെല്ലായിരുന്നേ. അപ്പൊ എടുത്തുമ്പോ ഞാനും കൂടെ അതേ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി വന്നിട്ടോ. ഹെയർ ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓവറായിട്ട് ഓയിൽ കളയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് കളഞ്ഞില്ല, നല്ല നീറ്റിലായിരുന്നു. ഇനി ഇതേ കുറച്ച് സ്കിൻ കെയറിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട്. താരമുള്ളതുകൊണ്ട് തന്നെ ഫേസിൽ നല്ല വെള്ള പൊടികൾ വരുന്നുണ്ട്. അപ്പൊ തൈരും കുറച്ച് ടാനും കൂടെ വാങ്ങിക്കണം. അതുപോലെ നമ്മുടെ വണ്ടി ബാറ്ററി ഇറങ്ങിയിട്ടുണ്ട്, അപ്പൊ അതും കൂടെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ടേ. അപ്പൊ ഇത്രയുള്ള നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.